നഗരത്തിലെ പ്രധാന ആശുപത്രിയിൽ അറിയപ്പെടുന്ന ഡോക്ടറാണ് സിദ്ധാർത്ഥ്. പുറമെ ഗൗരവം നിറഞ്ഞ മുഖവും ജോലിയിലെ പഞ്ച്വാലിറ്റിയും അവനെ എന്നും വ്യത്യസ്തനാക്കിയിരുന്നു. അന്ന് സിദ്ധാർത്ഥ് തന്റെ റൗണ്ട്സ് കഴിഞ്ഞ് ഫയലുകൾ ചെക്ക് ചെയ്യുമ്പോഴും ഒപ്പിടുമ്പോഴുമായിരുന്നു നഴ്സിംഗ് സ്റ്റേഷനിലെ തിരക്ക് ശ്രദ്ധിച്ചത്. പുതിയതായി വന്ന നേഴ്സ് ആയിരുന്നു പാർവതി. അവളുടെ രോഗികളോടുള്ള പെരുമാറ്റവും ആത്മാർത്ഥതയും ചിരിക്കുമ്പോൾ ചുരുങ്ങുന്ന ആ കുഞ്ഞിക്കണ്ണുകളും സിദ്ധാർത്ഥ് ഒരു നിമിഷം നോക്കിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു മഴയുള്ള രാത്രിയിലാണ് എല്ലാം മാറിമറിഞ്ഞത്. ആംബുലൻസിന്റെ സൈറൺ ശബ്ദം ആശുപത്രിയെ ഉണർത്തി. റോഡപകടത്തിൽപ്പെട്ട ഒരു വൃദ്ധനെയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കൊണ്ടുവന്നത്. മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലെ വെളിച്ചത്തിന് താഴെ സിദ്ധാർത്ഥ് നിന്നു. എപ്പോഴും ആത്മവിശ്വാസത്തോടെ സർജറി ചെയ്യുന്ന സിദ്ധാർത്ഥിന്റെ കൈകൾ അന്ന് ചെറുതായി വിറയ്ക്കുന്നത് പാർവതി ശ്രദ്ധിച്ചു. പെട്ടെന്ന് പാർവതി സിദ്ധാർത്ഥിന്റെ കയ്യിൽ മെല്ലെ ഒന്ന് തൊട്ടു. ആ സ്പർശനം ഒരു വൈദ്യുത പ്രവാഹം പോലെയായിരുന്നു. അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഡോക്ടർക്ക് ഇത് ചെയ്യാൻ കഴിയും. ആ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു സിദ്ധാർത്ഥിന്. ഭയം മാറി. ആ പഴയ സർജൻ തിരികെ വന്നു. മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആ വൃദ്ധന്റെ ജീവൻ തിരികെ പിടിച്ചു. ശ്വാസം ക്രമസ്ഥിതിയിലായി. സർജറി കഴിഞ്ഞു ഹോസ്പിറ്റൽ ടെറസിൽ കാറ്റുകൊള്ളാൻ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. പാർവതി അവിടെ വരുമെന്ന് അവൻ ഉറപ്പായിരുന്നു. എന്തിനായിരുന്നു അപ്പോൾ എന്റെ കയ്യിൽ പിടിച്ചത്? സിദ്ധാർത്ഥ് ചോദിച്ചു. പാർവതി ഒന്നു ചിരിച്ചു. അപ്പോ ആ തിയേറ്ററിൽ നിന്നത് ഒരു ഡോക്ടറല്ല, പേടിച്ചുപോയ ഒരു കൊച്ചുകുട്ടിയാണെന്ന് എനിക്ക് തോന്നി. എന്റെ പ്രിയപ്പെട്ട ഒരാൾ തോൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു. സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്റെ ബാല്യം ഓർഫനേജിന്റെ ചെറിയ 4 ചുവരുകൾക്കുള്ളിലായിരുന്നു. അങ്ങനെ ഒരു സിനിമ സ്റ്റൈൽ പ്രൊപ്പോസൽ ഒന്നും എനിക്കറിയില്ല. മരുന്നുകൾക്ക് മാറ്റാൻ കഴിയാത്ത ചില മുറിവുകൾ സ്നേഹത്തിന് മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഈ ഏകാന്തതയ്ക്ക് ഒരു മരുന്നാകാൻ പാർവതിക്കാകുമോ? പാർവതി ഒന്ന് പുഞ്ചിരിച്ചു. ആകാശത്തെ നോക്കി അവൾ അവന്റെ തോളിലേക്ക് തല ചായ്ച്ചു. ആ നിശബ്ദതയിലുണ്ടായിരുന്നു അതിനുള്ള ഉത്തരം. ദിവസങ്ങൾ പിന്നിട്ടു. കൂടെ അവരുടെ പ്രണയവും. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു വൈറൽ പനി പടർന്നു പിടിച്ചു. ഐസൊലേഷൻ വാർഡിൽ രാപ്പകൽ വിശ്രമമില്ലാതെ ജോലി മൂലം തളർന്നു വീഴാറായിട്ടും പാർവതി തന്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറിയില്ല. ഒടുവിൽ സിദ്ധാർത്ഥ് പേടിച്ചത് തന്നെ സംഭവിച്ചു. പാർവതിക്കും പനി ബാധിച്ചു. എന്നും തനിക്ക് ധൈര്യം തന്നിരുന്ന അവൾ ICU ബെഡിൽ നിശ്ചലമായി കിടക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് തകർന്നുപോയി. 6 ദിവസങ്ങൾ അവൻ ആ മുറിക്ക് പുറത്ത് തന്നെയിരുന്നു. 7ാം ദിവസം പുലർച്ചെ പാർവതി പതുക്കെ കണ്ണു തുറന്നു. സിദ്ധാർത്ഥ് അവളുടെ അടുത്തോടിയെത്തി. അവൾ മെല്ലെ അവന്റെ വിരലുകളിൽ തൊട്ടു. പാർവതി, നീ എന്നെ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞു. അവൾ ക്ഷീണിച്ച സ്വരത്തിൽ പുഞ്ചിരിച്ചു. ഞാൻ എങ്ങോട്ട് പോകാനാണ് ഡോക്ടർ? എന്റെ ശ്വാസം ഇവിടെയല്ലേ? അതെ. ഈ ഡോക്ടർ വിളി ഒന്ന് മാറ്റി പിടിച്ചൂടെ? സിദ്ധാർത്ഥ് ചെറിയ പരിഭവത്തോടെ ചോദിച്ചു. അത് വേണ്ട. ഈ വിളിയിൽ ഒരു കിക്ക് ഉണ്ട് ഡോക്ടറെ. എനിക്ക് ഇതാ ഇഷ്ടം. പാർവതി ഒന്ന് പുഞ്ചിരിച്ചു. മാസങ്ങൾക്ക് ശേഷം മഴയുള്ള ഒരു രാത്രി ബാൽക്കണിയിൽ മഴ നോക്കി നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് പാർവതിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് തന്റെ കൂടെ വേണം രോഗികളെ പരിചരിക്കാൻ. ഓഹോ, അപ്പ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ഡോക്ടറിന്റെ ബുദ്ധി കൊള്ളാം, പാർവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നതുവരെ നീ മാത്രമായിരിക്കണം എന്റെ ഹെഡ് നേഴ്സ്, അവൻ തമാശ കലർത്തി പറഞ്ഞു. പാർവതിയും പുഞ്ചിരിച്ചു. പുറത്ത് മഴ കനക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ ഒരു പുതിയ പ്രണയകാലത്തിന്റെ ചൂടും. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.